അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന മീൻകറി നല്ല രുചിയാണല്ലോ. നല്ല തേങ്ങ അരച്ച് ചേർത്ത മീൻകറി. അപ്പോൾ ആ ഒരു മീൻകറി വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് സ്റ്റൗ എത്തിച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നടിച്ച് ചൂടായാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ആണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. എണ്ണ ഒന്ന് ചൂടായാൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 10ഓളം ചെറിയുള്ളിയും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 8ഓളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 2-3 ചെറിയ ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതെല്ലാം പാടെ കൂടിയിട്ട് ഒന്നങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്താണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി മീൻ വാങ്ങുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇങ്ങനെ കൊണ്ട് ഉണ്ടാക്കിയെടുത്താലേ നല്ല രുചിയാണ് കേട്ടോ മീൻ കറിക്ക്. നല്ല ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയാണ് നമ്മൾ ഈ മീൻ കറിക്ക് ഉണ്ടാവുക. വേറെ പ്രത്യേകിച്ച് ചേരുവകളൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് നല്ല രുചിയിൽ ഈ മീൻ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തീ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളെ വീഡിയോകൾ ഒരുപാട് പേര് കാണുന്നുണ്ട് കേട്ടോ. നല്ല സപ്പോർട്ടും തരുന്നുണ്ട്. എന്നാലും ചിലരൊന്നും ഒരു ലൈക്ക് പോലും തരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ലൈക്കെങ്കിലും തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടിയെടുത്താണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഈ തേങ്ങ ഒന്ന് നമുക്ക് ഈ മസാലയിൽ കിടന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു 1-1.5 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുത്തു. ഇത്രയും മതി കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രൂപത്തിൽ നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഓവറായിട്ട് വേവിച്ചിട്ട് കരിച്ച് കളയരുത്. ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മൊത്തത്തിൽ ഇതേപോലെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലുണ്ട് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരയാനാവശ്യമായ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരയണം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം നമ്മളൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായാലേ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഇട്ടത് ഏറ്റവും നല്ലത്. എണ്ണ ഒന്ന് ചൂടായാൽ അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അത്ര തന്നെ 1/2 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്കൊരു 5ഓളം വെളുത്തുള്ളി നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്താണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീയിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 4-5 അല്ലിയോളം കുടംപുളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ വാളംപുളി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ കുടംപുളിയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഈ മീൻ കറിക്ക് തേങ്ങ അരച്ചതാകുമ്പോൾ കുടംപുളിയാണ് ഏറ്റവും നല്ലത്. അതും ഇതേപോലെ ഒരു 1/2 മിനിറ്റ് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ അത് ചട്ടിയിലേക്കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുറുകിയ മാതിരിയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത്ര കുറുക്ക നമുക്ക് ആവശ്യമില്ല. അതിലേക്ക് 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ട് എടുക്കണം കറി, ഒരുപാട് ലൂസായി പോരുത്. അപ്പോൾ ഇത് മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിന് വെക്കുകയാണെങ്കിൽ ഉപ്പ് ഇതിന് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അത് മതി. അതിനുശേഷം ഒന്നുകൊണ്ട് ഇളക്കിയെടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് തിളവരട്ടെ. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, തിളച്ച് പൊന്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അരപ്പ് പാർന്നു കഴിഞ്ഞാലേ ഇതേപോലെ തിളപ്പിക്കരുതെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല, ഇത് നന്നായിട്ട് തിളപ്പിച്ചോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിരിഞ്ഞൊന്നും പോവില്ല. പക്ഷേ ഈ കാണിച്ച പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പിരിഞ്ഞൊന്നും പോവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കുക ചൂരമീനാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സൂദാൻ എന്ന് പറയും. ആ മീനാണ് കേട്ടോ. അപ്പോൾ ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കഷ്ണം മീനുകളാണ് ഏറ്റവും നല്ലത് ഈ ഒരു മീൻ കറിക്ക്. ഇനി ഇത് ഉടഞ്ഞൊന്നും പോകാത്ത രീതിയിൽ ഒന്നും ഇങ്ങോട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ. ഇനി ഇത് മൂടി വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കഷ്ണം മീനൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് വേണം കേട്ടോ വേവാൻ. നിങ്ങൾ ഏത് മീനാണ് എടുക്കുന്നത് ആ മീനക്ക് അനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ എന്താ മണം, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും
എളുപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മീൻകറി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഇത് ഇരിക്കുന്തോറും ടേസ്റ്റ് കൂടും കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഈ മീൻകറിക്ക്. ഇനി വേണമെങ്കിൽ ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പില മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വാങ്ങി വെച്ചിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഹോട്ടൽ സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ അത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതേപോലെ ഒരു ലൈക്കും തരും കേട്ടോ.